മറ്റൊരു വിവരമായി പുറത്തുവിടുന്നത് ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കുള്ള വേദി ഒരുങ്ങുന്നു എന്നുള്ള വിവരം കൂടിയാണ്. അതായത് പാകിസ്ഥാൻ US ഇറാൻ ചർച്ചയ്ക്ക് വേദി ഒരുക്കാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല എന്നും വിവരമുണ്ട്. പക്ഷേ അപ്പോഴും അമേരിക്കയുടെ ചില ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലേക്ക്, ഉദാഹരണമായിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസും മറ്റും ഇസ്ലാമാബാദിലേക്ക് പോയി എന്ന വിവരം അടക്കം പുറത്തു വരുന്നുണ്ട്. അസിം മുനീറിനെ ഇതിനിടയിൽ ട്രംപ് വിളിച്ച് ഇത്തരം കാര്യങ്ങളിൽ ചില ക്ലാരിഫിക്കേഷൻസ് വരുത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരങ്ങളിലുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് പ്രധാനമാണ്. അത്തരമൊരു ചർച്ച ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ വിനോദ്? രഞ്ജിത്ത്, ഷഹബാസ് ഷരീഫ് അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദ്രുതഗതിയിൽ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പാകിസ്ഥാന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു തീവ്രവാദ രാജ്യം എന്ന പ്രതീതിയുണ്ട്. പലപ്പോഴും ഇന്ത്യയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ, അഫ്ഗാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അവിടുത്തെ വിമോചന പോരാളികളുണ്ട്, ബലൂചിസ്ഥാൻ പോരാളികളുണ്ട്, അവർക്കെതിരെ അല്ലെങ്കിൽ ആ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ അവർ താമസിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ പാക് സൈന്യമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ചെയ്യുന്ന തീവ്രവാദ ശക്തികളോ നടത്തുന്ന ആക്രമണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരും അങ്ങനെയുള്ള ലോക രാഷ്ട്ര സംഘടനകളും എന്തിന് അന്തർദേശീയ സമൂഹം പോലും ഒരു തീവ്രവാദ രാജ്യമായി അമേരിക്കയെ മുദ്ര കുത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ മറികടക്കുന്നതിന് പാകിസ്ഥാന് മുന്നിലുള്ള ഒരു വഴിയായി, ഒരു തുറുപ്പ് ചീട്ടായി അവർ ഈ സാഹചര്യത്തെ കാണുന്നുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. US കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ US-ൻ്റെ അംബാസഡർ, ആ ഔദ്യോഗിക ഓഫീസ് അടക്കമുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന നിലയിലേക്ക്, അവരുടെ കോൺസുലേറ്റുകൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാനിൽ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുന്ന ഒരു നിലയുണ്ടായി. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കയുമായി ഒരു സൗഹൃദം പങ്കുവെക്കുന്നുമുണ്ട്. അത് പലപ്പോഴും ഇന്ത്യ ശക്തമായ നിലപാട് തീവ്രവാദത്തിനെതിരെ എടുക്കുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കുന്ന ട്രംപിൻ്റെ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നേരത്തെ ഈ താരിഫിൻ്റെ കാര്യത്തിലൊക്കെ തരാതരം പോലെ നിലപാട് മാറ്റുന്ന ആളാണ് ട്രംപ് പലപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത കണ്ടു തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.